ഹായ് ഓൾ, മിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാസികളെക്കുറിച്ചാണ്. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കണം. പക്ഷേ ഏതാണ്ട് ഒരു 5 വർഷമായി നിങ്ങൾ വന്നിട്ട് ഈ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ നല്ല ഒരു സാമ്പത്തിക അച്ചടക്കമുള്ളവരും നന്നായിട്ട് സേവ് ചെയ്യുന്നവരുമാണെങ്കിൽ ഈ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്തേക്കും. കാരണം ഇത് നിങ്ങൾക്കുള്ളതല്ല. പക്ഷെ കുറേ ലക്ഷ്യങ്ങളുമായിട്ട് പ്രവാസ ജീവിതം തുടങ്ങി ഒരു കാര്യങ്ങളും സാധിക്കാൻ കഴിയാതെ ഒരു 5 വർഷമെങ്കിലും ആയിട്ടും കാര്യമായ സേവിങ്സ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒന്നാമത്, നിങ്ങൾ പാലിച്ചു പോരേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നിങ്ങളുടെ സാലറി പ്രത്യേകിച്ച് വീട്ടിലുള്ള മണി കോൺഷ്യസ് അല്ലാത്തവരോട് പറയാതിരിക്കുക. എങ്ങനെ കൃത്യമായിട്ട് പണം ചിലവാക്കണം അല്ലെങ്കിൽ എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്തവരോട് തീർച്ചയായും നിങ്ങളുടെ ശമ്പളം ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മാസത്തിൽ വേണ്ടി വന്നിരുന്ന ചിലവ് എത്രയാണ്, അതിൻ്റെ 10 അല്ലെങ്കിൽ 12% കൂടുതൽ പണം ഒരു കാരണവശാലും കൊടുക്കരുത്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണത്തേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ സപ്പോസ് 20,000 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% കൂടുതൽ കൊടുത്താൽ മാത്രം മതി. കാരണം നമുക്ക് പണം കിട്ടുന്നതനുസരിച്ച് ചിലവുകൾ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഫ്രം ഫസ്റ്റ് മന്ത് ടു നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ കയറി പോകുന്നതിന് മുമ്പ് എത്രയായിരുന്നു ഒരു മാസം വരുന്ന ചിലവ്, ആ എമൗണ്ടിൻ്റെ ഒരു 10 അല്ലെങ്കിൽ 12% കൂടുതൽ മാത്രം കൂടുതൽ കൊടുത്താൽ മതി. ആ എമൗണ്ടിൻ്റെ കൂടെ കൂടുതൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 10 അല്ലെങ്കിൽ 12% മാത്രമേ കൊടുത്താൽ മതി. പിന്നെ എങ്ങനെ ആയിരിക്കണം, എത്ര പെർസെൻറ്റേജ് നമ്മൾ സേവ് ചെയ്യണം. ഇപ്പം UAE വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3,500 ദിർഹമൊക്കെ സാലറി വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കിപ്പം ഫുഡും അക്കോമഡേഷനും ഒന്നും ഉണ്ടാവണം. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലല്ലോ. സ്വന്തമായിട്ടാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പം ബെഡ് സ്പേസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു 600 എബോവ് ചിലവാകും. സപ്പോസ് ഇപ്പോൾ ഒരു ബെഡ് സ്പേസിൽ ഉള്ള ആൾക്ക് ഒരു 600 അതിന് പോകും, 600 ദിർഹം അതിന് പോകും. പിന്നെ ഒരു 250 അവരുടെ ഫുഡിനും കാര്യങ്ങളൊക്കെ ആയിട്ട്, ബാക്കിയുള്ള ഒരു 150 അതർ എക്സ്പെൻസ് ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാലൻസ് അവർക്ക് വരുന്നത് ഒരു 2,500 ആണ് ബാലൻസ് വരുന്നത്. അതിപ്പോൾ നമ്മളൊരു ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി ഒരു 58,000 പ്ലസ് ഇത് വരും. സപ്പോസ് ഒരു 58,000 ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 20,000 നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് അയച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു 38,000 അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. അതിൽ നമുക്കൊരു 2 to 5% ഒരു റിസർവായിട്ട് മാറ്റി വെക്കണം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അഡീഷണലായിട്ട് നാട്ടിൽ വരുന്ന ചിലവുകളുണ്ട്. മീൻസ് കല്യാണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ വരുമാനത്തിൻ്റെ 2 to 5% മുകളിലേക്ക്, ഒരു വർഷത്തെ മൊത്തം വരുമാനത്തിൻ്റെ 2 to 5% മുകളിലേക്ക് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ എത്ര കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ സേവിങ്സും കൂടെ നമ്മൾ നോക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഒരു 38,000 ബാലൻസ് വരുമ്പോൾ അതിൽ നിന്നൊരു 760 അല്ലെങ്കിൽ ഒരു 1,900 വരെ, മാക്സിമം 2,000 വരെ മാത്രമേ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുള്ളൂ. ഇയർലി പറയുമ്പോഴത്തേക്ക് ഒരു 22,000 ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള ഈ 2,000 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 36,000 ആണ് വരുന്നത്. അപ്പോൾ ഈ 36,000 എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം? ഈ 36,000-ൽ ഒരു 6,000 ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. എല്ലാ മാസവും ഒരു 6,000 റുപ്പീസ് ഷോർട്ട് ടൈം ആയിട്ട് മാറ്റി വെക്കണം. അത് നമ്മൾ ആ വർഷത്തിൻ്റെ അവസാനം, മിക്കവാറും എല്ലാവരും ഒരു വർഷത്തിൻ്റെ അവസാനം നാട്ടിൽ വന്ന് ഒരു മാസത്തേക്ക് നാട്ടിൽ വന്നിട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു 6,000 വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 72,000 നമുക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടും. ഈ എമൗണ്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാനും നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുമായിട്ട് മാറ്റി വെക്കേണ്ടത്. അതിനപ്പുറത്തോട്ട് നമ്മുടെ എക്സ്പെൻസ് പോകാതിരിക്കാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കും, ഇത് ആദ്യത്തെ വർഷമല്ലേ, അടുത്ത വർഷം ഇനിയും ഞാനിവിടെ ജോലി ചെയ്യാണല്ലോ, അപ്പോൾ അടുത്ത വർഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ അടുത്ത വർഷവും നമ്മളൊരു ഹാബിറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അടുത്ത വർഷവും ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന പണമെല്ലാം
ചിലവായിട്ട് പോകും. അങ്ങനെ വർഷങ്ങൾ പോകുന്നത് നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ തന്നെ ഇതുവരെ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം തന്നെ അത് നിങ്ങൾ ആപ്ലിക്കബിൾ ആക്കണം. നിങ്ങളുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ ഒരു 6,000 വെച്ച് മാറ്റി കഴിഞ്ഞാൽ ബാക്കി നമുക്കുള്ളൊരു 30,000 ആണ്. ഈ 30,000 നമുക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, ഏറ്റവും കുറഞ്ഞത് ഒരു 5 ഇയർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇടണം. ഏറ്റവും കുറഞ്ഞൊരു 5 ഇയർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് അതിലേക്ക് നമ്മൾ ഈ 30,000 ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു 5 വർഷത്തിന് ശേഷം ആ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് അത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, സപ്പോസ് നിങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീട് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് കറക്റ്റ് ഈ 18 lakh ഒന്നും ആയിരിക്കത്തില്ല ടോട്ടൽ നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടാവും, 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഇൻക്രിമെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 3ാമത്തെ വർഷം നിങ്ങൾ കുറച്ചുകൂടെ നല്ല ബെറ്റർ സാലറി ഉള്ള ജോലിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇൻകത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കണം. പിന്നെ വീട്ടിലുണ്ടാകുന്ന ചിലവ്, ഏറ്റവും ചിലവ് ചുരുക്കി തന്നെ അത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ലക്ഷ്യങ്ങളെല്ലാം നേടുകയും അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങി നാട്ടിൽ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനും പറ്റും. പക്ഷേ കൃത്യമായിട്ട് ഒരു മണി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഈ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും, വേണ്ട എന്ന് വേണ്ടടുത്ത് വേണ്ട എന്ന് വെക്കാനുമായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അവിടെ തന്നെ, ചിലപ്പോൾ ജീവിതം മുഴുവൻ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലോ, ജീവിതം മുഴുവൻ തന്നെ നമ്മൾ അവിടെ ഹോമിക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞാലും നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും തീരെയല്ല. അങ്ങനെയുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ട്രിക്റ്റായിട്ടുള്ളൊരു മണി മാനേജ്മെൻറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ രീതിയിലുള്ള മണി മാനേജ്മെൻറ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ 2% to 5% മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുള്ളൂ. ഫാമിലിയെക്കുറിച്ചല്ല പറയുന്നത്, ഫാമിലിക്ക് പുറത്തുള്ള ഇപ്പോൾ വിവാഹമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഡൊണേഷനും കാര്യങ്ങളൊക്കെ, അത് അത്രയും മാത്രമേ നിങ്ങൾ ചിലവാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് എക്സ്പേർട്സിൻ്റെ പറയുന്ന ഒരു സജഷനാണ് 2 to 5% എന്നുള്ളത്. ഇങ്ങനെ ചെറിയ ചെറിയ സാമ്പത്തിക അച്ചടക്കങ്ങൾ കൊണ്ടുവന്നാൽ പോലും നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ സാധിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് വളരെയധികം സക്സസ്സിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീണ്ടും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസൊക്കെ വരും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും വണക്കം. വീണ്ടും കാണാം.